ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചർച്ചയിൽ വ്യക്തതയൊന്നും ഇപ്പോഴും വന്നിട്ടില്ല. അപ്പോൾ അത് വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് അതിൻ്റെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു. മൊത്തമായി ഉണ്ടായ വിഷയം പിണറായി സത്തിനെതിരെ പോരാട്ടം നടത്തി ജനങ്ങളിലേക്ക് ഇറങ്ങി വന്ന എന്നെ സ്വീകരിക്കുകയും സഹായിക്കുകയും ആ രാഷ്ട്രീയത്തോടൊപ്പം നിൽക്കുകയും ചെയ്യേണ്ട UDF നേതൃത്വത്തിലെ ചില വ്യക്തികൾ അതിന് തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ പിണറായിസം മാറ്റി നിർത്തി മറ്റു ചില ഗൂഢശക്തികളുടെ താല്പര്യം സംരക്ഷിച്ച് അൻവറിനെ പരാജയപ്പെടുത്തുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് ഇപ്പോഴും പോവുകയാണ്. അതിലൊരു വിട്ടുവീഴ്ച ഉണ്ടായിട്ടില്ല. ഒരു കേസ് നടത്തി ജഡ്ജി വിധി പറയാൻ നിൽക്കുമ്പോൾ പ്രതിയോട് പറഞ്ഞു, യഥാർത്ഥത്തിൽ നീ കുറ്റവാളിയല്ല എന്ന് എനിക്കറിയാം, നിന്നെ വെറുതെ വിടണമെന്ന ആഗ്രഹം എനിക്കുണ്ട്, പക്ഷെ നിൻ്റെ വക്കീൽ സമ്മതിക്കുന്നില്ല, നീ ഫീസ് കൊടുക്കുന്ന നിൻ്റെ വക്കീൽ അതിന് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അപ്പം ഞാൻ ആരെയും കണ്ടിട്ട് ഇറങ്ങി വന്നവനല്ല. ഞാൻ ഇറങ്ങി വന്നത് എന്നെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തെയും ഈ നാട്ടിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ മനുഷ്യരെയും കണ്ടിട്ടാണ്. ആ മനുഷ്യരിൽ തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഭൂരിപക്ഷം കണ്ടുകൊണ്ട് ഭയപ്പെടരുത്, നീ നീതിക്ക് വേണ്ടി നിലകൊള്ളണം എന്നാണ് ഖുർആനായാലും ബൈബിളായാലും മറ്റു മതങ്ങളുടെ അടിസ്ഥാന ഗ്രന്ഥങ്ങളായാലും ഗീതയടക്കം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാനുള്ളതാണ്. അപ്പോൾ ഭൂരിപക്ഷത്തെ കണ്ടിട്ട് ഭയപ്പെട്ട് നാളത്തെ ഒരു ചെറിയ അധികാരത്തിൻ്റെ അപ്പകഷ്ണത്തിന് വേണ്ടി പിണറായിസത്തിനെതിരെ, ഈ ഗവൺമെൻറ്റിനെതിരെ ഞാൻ ഉയർത്തിയ മുദ്രാവാക്യത്തിൽ നിന്ന് ഞാൻ തൽക്കാലം പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല. ശത്രുവിൻ്റെ മുന്നിൽ മിത്രമെന്ന് കരുതിയവരോടൊപ്പം നിന്ന് ആ ശത്രുവിനെ നേരിടാമെന്ന് കരുതിയ എനിക്ക് ആ ശത്രുവിനോടൊപ്പമാണ് ചിലരൊക്കെ ഇപ്പുറത്തും എന്നുള്ള വസ്തുത കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ പിന്നീട് മനസ്സിലാക്കിക്കൊള്ളും. അപ്പോൾ അവരാകെ ഭയപ്പെടുന്നത് ഞാനൊരു അധിക പ്രസംഗിയാണ് എന്നാണ്. ആ അധിക പ്രസംഗം ഇനിയും ഞാൻ തുടരും എന്നതാണ് അവരെ അലട്ടുന്ന പ്രശ്നം എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ അധിക പ്രസംഗം ഞാൻ തുടരുക തന്നെ ചെയ്യും, അതിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ എന്ത് വേണ്ടിയിട്ടാണ് പിണറായിയോട് ഏറ്റുമുട്ടിയത്? ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച് എൻ്റെ പിതാവിൻ്റെ സ്ഥാനത്ത് കാണുകയും അദ്ദേഹത്തോടൊപ്പം നിൽക്കുകയും ചെയ്തവനാണ്. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടല്ല ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി സഹകരിച്ച് പോയത്. കമ്മ്യൂണിസം ഉൾക്കൊണ്ടിട്ടുമല്ല. ഞാൻ അന്നും ഇതേപോലെ ഒരു സഹകരണ മുന്നണിയുടെ ഭാഗമാണ്, നിങ്ങൾക്കറിയാലോ. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദർശത്തിലെ പരമപ്രധാനമായ ഒരു സംഗതി സോഷ്യലിസമാണ്. അത് പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കുക എന്നതാണ്. ആ പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കുന്ന, ഈ നാട്ടിലെ തൊഴിലാളി വർഗത്തിന് വേണ്ടി സംസാരിക്കുന്ന, പാവപ്പെട്ടവന് വേണ്ടി, നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരു പാർട്ടിയായിട്ടായിരുന്നു ഞാൻ ആ പാർട്ടിയെ കണ്ടത്. ആ നിലക്ക് തന്നെയാണ് ഞാൻ ആ പാർട്ടിയിലേക്ക് എന്നെ ആകർഷിക്കപ്പെടുന്നത്. വയലിൽ ജോലി ചെയ്ത വരമ്പത്ത് കൂലി കൊടുക്കണമെന്ന് ഇസ്ലാം അനുശാസിക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി പോരാടിക്കൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ആ തൊഴിലാളികളോടൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയായിരുന്നു ആ പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താ? സെക്യുലറിസമാണ്, മതേതരത്വം. അപ്പോൾ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വിഷയം ഇവിടുത്തെ വർഗീയവാദമായിരുന്നു. ന്യൂനപക്ഷ സമുദായങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും ഈ രാജ്യമൊട്ടാകെ ആക്രമിക്കുന്ന രാഷ്ട്രീയത്തിലേക്ക് കഴിഞ്ഞ 10-15 വർഷമായി രാജ്യം മാറിയിരിക്കുകയാണ്. അതിനെതിരെ അതിശക്തമായ പ്രതിരോധം തീർത്ത് നിന്നിരുന്ന പാർട്ടിയാണ് CPM.
അപ്പോൾ ആ സെക്യുലറിസവും ആ മതേതരത്വവും ആ സോഷ്യലിസവുമാണ് ആ പാർട്ടിയുമായി സഹകരിച്ചു പോകാൻ, അതിനുവേണ്ടി പോരാടാൻ, അതിനുവേണ്ടി പോരാളിയായി നിൽക്കാൻ, ആ ജനങ്ങളോടൊപ്പം ഈ രണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാട്ടം തുടർന്ന വ്യക്തിയാണ് ഞാൻ. ആ ഒറ്റ ആശയത്തിലാണ് ഞാൻ അതിൽ നിന്നത്. ഈ രാജ്യത്ത് ഒരുപാട് ശത്രുക്കളെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തിൻ്റെ നിയമസഭയിൽ ഇവിടുത്തെ പ്രധാനമന്ത്രിക്കെതിരെ ഗുജറാത്തിൽ നടന്ന ഒരു പശുഹത്യയിൽ അതിശക്തമായി ഞാൻ പ്രസംഗിച്ചതിൻ്റെ പേരിൽ BJPയുടെ ഉന്നതനായ ഒരു നേതാവ് എന്നെ വിളിച്ചു പറയുകയും കേരളത്തിൽ നിങ്ങൾ മാത്രമാണ് ഈ പ്രധാനമന്ത്രിക്കെതിരെ ഇത്ര രീതിയിലുള്ള സംസാരം നടത്തുന്നത്. സൗഹാർദ്ദപരമായിട്ടാണ് പറഞ്ഞു. അതുകൊണ്ട് ദയവായി നിങ്ങളത് അവസാനിപ്പിക്കണം. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. ഞാൻ പറയുന്നത് വസ്തുതയല്ലേ, സത്യസന്ധമല്ലേ? ഇങ്ങനെയുണ്ടോ ഒരു അക്രമം? ഈ നിഷ്കളങ്കരായ മനുഷ്യരെ, വഴിയിൽ പോകുന്നവരെ ഈ വെട്ടിക്കൊല്ലുന്നത് ഏത് രീതിയിൽ അംഗീകരിക്കാൻ കഴിയും? നിങ്ങൾ ഇതാണ് തുടരുന്നതെങ്കിൽ ഞാൻ അതിനെ പ്രതിരോധിച്ചു കൊണ്ടേയിരിക്കും പറഞ്ഞു 2 വർഷം മുമ്പാ. അപ്പം നിങ്ങളിത് അവസാനിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളെ കൂടെയുള്ള പലരുണ്ടല്ലോ, അവിടെ തന്നെ ആ സഭയിൽ തന്നെ പല നേതാക്കന്മാരും ഉണ്ടല്ലോ ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന. അവിടെ CPMൻ്റെയോ UDFൻ്റെയോ ഒരു MLA പോലും ഇങ്ങനെ സംസാരിക്കുന്നില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് മാത്രം എന്താ ഇത്ര പൊള്ളൽ? അങ്ങനെ ചോദ്യം. സൗഹൃദ സംഭാഷണം അവസാനം ഞങ്ങൾ തമ്മിൽ തെറ്റി. ഇപ്പോൾ പറഞ്ഞു നിങ്ങൾ അനുഭവിക്കുന്നു, ഞാൻ അനുഭവിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാം 2 വർഷം മുമ്പ് നിരന്തരമായി ED എന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. ഒരുപാട് പീഡനങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ആ ഭാഗത്തുനിന്ന്. ഇന്നും ആ പോരാട്ടം തുടരുകയാണ്. അപ്പോൾ ഞാൻ ആ സെക്യുലർ നിലപാടിൻ്റെ ഭാഗമായി നിന്ന ഒരു പാർട്ടി പിന്നീട് ഞാൻ കാണുന്നത് ഒളിഞ്ഞും തെളിഞ്ഞും ഈ 2 സമുദായത്തെയും പല രീതിയിൽ ആക്രമിക്കപ്പെടുകയും ഭിന്നിപ്പിക്കുകയും ചെയ്യുന്ന വെറും ജാതിമത രാഷ്ട്രീയത്തിലേക്ക് CPM കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വഴിമാറി സഞ്ചരിക്കുകയാണ്.